പാലാഴി മഥനത്തെ തുടർന്ന് ദേവകൾക്ക് അമൃത് ലഭിച്ചു. അമൃത് പാനം ചെയ്തതോടെ ദേവന്മാർ നിത്യയൗവനം പൂണ്ടവരും പൂർവാധികം തേജസ്വികളുമായി തീർന്നു. ആരാലും പരാജിതരാകാതെ അവർ രസസുഖം കാണും. ഇതോടെ ദേവകൾ അഹങ്കാരികളായി തീർന്നു. ത്രിമൂർത്തികളെപ്പോലും അവർ ബഹുമാനിക്കാതെയായി. ഈ അവസ്ഥ തുടർന്നു വരുന്ന പക്ഷം ദേവകൾക്ക് വീണ്ടും അനർത്ഥങ്ങൾ നേടേണ്ടി വരുമെന്ന ആശങ്ക ബ്രഹ്മദേവനുണ്ടായി. അദ്ദേഹം ഉപദേശത്തിനായി വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു. അനന്തരശായയായ ദേവ ലക്ഷ്മീപതി, ദേവകൾ ഇപ്പോൾ അഹങ്കാരികളായിരിക്കുന്നു. അമൃതപാനം ചെയ്തതോടെ അജയ്യരാണെന്നാണ് അവർ ധരിച്ചത്. ഈ അവസ്ഥ തുടരുന്ന പക്ഷം ദേവലോകം അഭിമുഖീകരിക്കുവാൻ പോകുന്ന വൈഷമ്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ബ്രഹ്മദേവൻ തന്റെ സംശയം പ്രകടിപ്പിച്ചു. ബ്രഹ്മദേവ, താങ്കളുടെ ആശങ്ക അസ്ഥാനത്തല്ലെന്ന് മനസ്സിലാക്കുക. ഇന്ന് ദേവകൾ നമ്മെ പോലും ബഹുമാനിക്കുന്നതേയില്ല. എന്നാൽ ഇക്കാര്യത്തിന്മേൽ ഒരു തീർപ്പ് കണ്ടെത്തുവാൻ ഞാനും അശക്തനാണ്. നമുക്ക് പരമേശ്വരനെ അഭയം തേടാം. മഹാവിഷ്ണു അഭിപ്രായപ്പെട്ടു. അങ്ങനെ ബ്രഹ്മദേവനും മഹാവിഷ്ണുവും കൈലാസത്തിലേക്ക് യാത്രയായി. കൈലാസത്തിൽ വാണരുളുന്ന സാക്ഷാൽ കാരുണ്യമൂർത്തി ഉമാമഹേശ്വരനോട് അവർ തങ്ങളുടെ ആകുലത അറിയിച്ചു. ബ്രഹ്മാദികളെ, നിങ്ങളുടെ ആശങ്ക സ്ഥാനത്തല്ല. അമൃത ലഭിച്ചതോടെ ദേവകൾ അതിനു മുമ്പ് വരെ അവർ അനുഭവിച്ച യാതനകളെല്ലാം മറന്നു കഴിഞ്ഞിരിക്കുന്നു. ദേവരക്ഷയിൽ സദാ ജാഗരൂകരായിരുന്ന നമ്മെ തന്നെയും അവർ മറന്നു. ഇത് ഉചിതമാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിലും ആപത്തിൽ മാത്രം ഈശ്വര സഹായം അന്വേഷിക്കുന്നതാണല്ലോ ലോക സ്വഭാവം. ഏതായാലും ദേവകളുടെ അഹങ്കാരം ശമിപ്പിക്കുക തന്നെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരമേശ്വരൻ ധ്യാന നിമഗ്നനായി. അല്പസമയം കഴിഞ്ഞതും ഭഗവാന്റെ ചെറുവിരലിൽ തുമ്പിൽ നിന്നും ഒരു ദിവ്യപ്രകാശം പുറപ്പെടുകയും അതിന്റെ മധ്യത്തിൽ ഒരു മഹാപുരുഷൻ പ്രത്യക്ഷനാവുകയും ചെയ്തു. പരമേശ്വര, ഈ ദിവ്യപുരുഷൻ ആരാണ്? ഇദ്ദേഹത്തിന്റെ ജന്മ ഉദ്ദേശം എന്താണ്? ബ്രഹ്മാദികൾ അക്ഷമയോട് ചോദിച്ചു. മഹാവിഷ്ണു, ബ്രഹ്മദേവ, കേട്ടുകൊള്ളുക. ഇവനാണ് യക്ഷേശ്വരൻ. എന്റെ ചെറുവിരലിൻ തുമ്പിൽ നിന്നും ഉൽപ്പന്നനായ ഇവൻ മതിയാകും ദേവലോകത്തെ അഹങ്കാരം ശമിപ്പിക്കുവാൻ, പരമേശ്വരൻ അറിയിച്ചു. അനന്തരം അദ്ദേഹം യശേശ്വരനോട് ഈ വിധം കൽപ്പിച്ചു. ഹേ വീര, നീ ദേവലോകത്തേക്ക് പോവുക. അവിടെ അഹങ്കാരത്താൽ ഉന്മത്തരായ ദേവകളെ ജ്ഞാനികളാക്കുക. യക്ഷേശ്വരൻ ദേവലോകത്തെത്തി. അപ്സരസുകളുടെ നൃത്തത്തിലും പാട്ടിലും മധുസേവയിലും മധോന്മത്തരായ ദേവകൾ. അവർ യക്ഷേശ്വരൻ വന്നത് അറിഞ്ഞതേയില്ല. കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് രാജസദസ്സിൽ ഒരു അഭിജിതന്റെ സാന്നിധ്യം ദേവേന്ദ്രൻ മനസ്സിലാക്കിയത്. ആരാണ് നീ? എന്തിന് ദേവസന്നിധിയിൽ പ്രവേശിച്ചു? ഇന്ദ്രൻ കോപത്തോടെ അലർ. പുറത്താലും മഹാപ്രഭു, യക്ഷേശ്വരൻ മാപ്പപേക്ഷിച്ചു. അനന്തരം അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു തുടങ്ങി. ദേവാധിപ, ഇന്ന് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിമാൻ ആരാണ്? അതറിയുന്നതിനാണ് ഞാനിവിടെ വന്നത്. എന്റെ ആകാംക്ഷ ശമിപ്പിക്കുവാൻ അങ്ങേക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ കൃതജ്ഞതനാവും. ദേവേന്ദ്രന്റെ മുഖം പുച്ഛസ്വരത്താൽ നിറഞ്ഞു. അക്കാര്യത്തിൽ എന്ത് സംശയം? ഹേ മൂട, ദേവേന്ദ്രനാണ് ഇന്ന് ഏറ്റവും ശക്തൻ. ആരുണ്ടെന്നെ ജയിക്കുവാൻ? ദേവേന്ദ്രന്റെ ഈ പ്രഖ്യാപനം കേട്ട മറ്റു ദേവകൾ ആർപ്പ് വിളിച്ചോടെ അത് അംഗീകരിക്കുകയും ചെയ്തു. ദേവേന്ദ്രന്റെ മുഖം ഭയങ്കരമായിട്ട് അങ്ങോട്ട് മാറി. ശരി എങ്കിൽ പ്രഭു, അത് തെളിയിച്ചാലും എന്നിങ്ങനെ അപേക്ഷിച്ചുകൊണ്ട് യക്ഷേശ്വരൻ ഒരു പുൽക്കൊടി ശകലം സദസ്സിലേക്കിട്ടു. എന്നിട്ടിങ്ങനെ ആവശ്യപ്പെട്ടു. ദേവാധിപ, അവിടുന്ന് കേവലം ഈ പുൽക്കൊടിക്ക് തുമ്പ് എടുത്തു മാറ്റുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അവിടുന്നാണ് ശക്തനെന്ന്. യക്ഷേശ്വരന്റെ ആവശ്യം കേട്ട് ദേവേന്ദ്രനും ദേവന്മാരും പൊട്ടിച്ചിരിച്ചുപോയി. ഒരു പുൽക്കൊടി ശകലം എടുത്തുയർത്തുവാൻ ആരാലാണ് സാധ്യമാകാത്തത്? ഹേ പുരുഷ, ഇത്തരം നിസാര കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ പ്രജകളെ ദേവകളിൽ ആരെങ്കിലും വിരൽത്തുമ്പിൽ സ്പർശിച്ചാൽ ഇതെടുത്ത് മാറ്റുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം എന്നിങ്ങനെ പ്രസ്താവിച്ച ശേഷം ശക്രൻ ദേവാദികളെ നോക്കി. ഇന്ദ്രന്റെ ഇംഗിതം മനസ്സിലാക്കിയ അഗ്നിദേവൻ മുന്നോട്ട് വന്ന് പുച്ഛത്തോടെ യക്ഷേശ്വരനെ വീക്ഷിച്ച ശേഷം പുൽക്കൊടി എടുത്തു മാറ്റുവാൻ നോക്കി. പക്ഷെ ആശ്ചര്യം, അതൊന്നും അനക്കുവാൻ പോലും അഗ്നിദേവന് സാധിച്ചില്ല. അഗ്നിദേവന് പിന്നിലായി വന്ന എല്ലാ ദേവകളും പരാജിതരായി മാറി. ഇതോടെ ദേവേന്ദ്രൻ പരിഭ്രമത്തിലായി. വെറും ഒരു പുൽക്കടി ശകലം എടുക്കുവാൻ പോലും കരുത്തില്ലാത്തവരാണോ ദേവകൾ? അമൃതപാനം ചെയ്ത് ശക്തരായ ദേവകൾ യഥാർത്ഥത്തിൽ ശക്തഹീനരല്ലേ? ആവിധ ചിന്തകളോടെ ദേവേന്ദ്രൻ സിംഹാസനത്തിൽ നിന്നിറങ്ങി പുൽക്കൊടി ഇട്ടിരിക്കുന്ന ഭാഗത്തേക്ക് പോയി. ദേവകൾക്കുണ്ടായ അനുഭവം തന്നെയാണ് ഇന്ദ്രനെയും കാത്തിരുന്നത്. അദ്ദേഹത്തിന് ആ പുൽക്കൊടി ശകലം മാറ്റുവാൻ പോലും സാധിച്ചില്ല. അപമാനത്താലും ലജ്ജയാലും ശക്രന്റെ ശിരസ് കുനിഞ്ഞു. ഈ രംഗങ്ങളെല്ലാം വീക്ഷിക്കുകയായിരുന്ന യശേശ്വരൻ ചോദിച്ചു. ദേവാധിപ, അങ്ങ് ശക്തനല്ലേ? ഒരു പുൽക്കൊടി തുമ്പ് പോലും മാറ്റുവാൻ കഴിയാത്ത താങ്കളാണ് ശക്തനെങ്കിൽ ശക്തരുടെ ശക്തിയുടെ ഭേദം എന്താണ്? അമൃതപാനത്തോടെ ദേവകൾ പൂർവാധികം ശക്തന്മാരായി എന്ന ധാരണയ്ക്ക് അടിസ്ഥാനം എന്താണ്? ദേവേന്ദ്രൻ ശിരത്തുയർത്തിയില്ല. അദ്ദേഹം അവമാനബോധത്തോടെ അന്വേഷിച്ചു. ഹേ പുരുഷ, അങ്ങ് ആരാണ്? ദേവകളായ ഞങ്ങളെ നിഷ്പ്രഭരാക്കുവാൻ സാധിച്ച അങ്ങ് നിസാരനല്ല. പ്രഭു, ദേവകളെ അഹങ്കാരത്തിൽ നിന്നും മുക്തരാക്കുവാൻ യത്നിക്കുന്ന അങ്ങ് ആരാണ്?
അടിയങ്ങളെ ഇനിയും പരീക്ഷിക്കരുതേ. യക്ഷേശ്വരൻ പുഞ്ചിരി തൂങ്ങി. അടുത്ത മാത്രയിൽ ആ മഹാവീരന്റെ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ട കൈലാസനാഥനെ കണ്ട് ദേവകൾ അത്ഭുതപരതന്ത്രരായി തീർന്നു. അവർ ഏവരും ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ആശ്രിത വത്സനായ ഉമാപതി ഇപ്രകാരം അരുളി ചെയ്തു: ദേവാദികളെ, കഠിനയജ്ഞത്തിലൂടെ നേടിയെടുത്ത അമൃത് നിങ്ങളെ മാത്രം പ്രയത്ന ഫലമാണെന്ന് കരുതിയോ? ആ മഹത്തായ കർമ്മത്തിന് പങ്കാളികളായവരെക്കുറിച്ച് നിങ്ങൾ സ്മരിക്കുന്നതേയില്ല. അതിനു മുമ്പ് ഒരിക്കൽ ഗർവിഷ്ഠരായി ചമഞ്ഞതിന്റെ ഫലമായി ജരാനരകൾക്കും മരണത്തിനും പാത്രമായി തീർന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? വീണ്ടും ഒരു അനർത്ഥം കൂടി സ്വീകരിക്കുവാൻ വേണ്ടി വൃക്ഷം ദേവകുലത്തിന് നിലനിൽപ്പില്ല. ഇതൊക്കെ നിങ്ങൾ വിസ്മരിച്ചു പോയിരുന്നോ? ഇന്ദ്രദേവ, ശരിയായൊരു വംശ സംരക്ഷകനാകേണ്ടത് ദേവകുലനാഥൻ എന്ന നിലയിൽ താങ്കളുടെ കർത്തവ്യമാണ്. പ്രജകളുടെ ഉത്തമ മാതൃകയായിരിക്കണം രാജാവ്. താങ്കൾ അത് ശ്രദ്ധിക്കുന്നതേയില്ല. ദേവ, ഐശ്വര്യങ്ങൾ സ്ഥിരസ്ഥായിയല്ല, എപ്പോൾ വേണമെങ്കിലും നമ്മെ കൈവിട്ടു പോകാം. ആ അവസ്ഥയിൽ അസ്ഥിരരാന്ന് ചമയുന്നത് അജ്ഞാനത്തിലാണ്. അജ്ഞാനം ബഹുമാനിക്കേണ്ടവരെ അപമാനിക്കുന്നതിന് മാത്രമേ സഹായിക്കുകയുള്ളൂ. ഇനിയെങ്കിലും താങ്കൾ അത് അറിയുക. ദേവാദികൾ തങ്ങളുടെ സമസ്ത അപരാധങ്ങൾക്കും മാപ്പപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ചു. സ്തുതികൾ അലയടിക്കുന്ന ആ അന്തരീക്ഷത്തിൽ നിന്നും ദേവൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. അടുത്തത് ആഹൂകനെയും പത്നിയെയും അനുഗ്രഹിച്ച കഥയാണ്. തുടരും.